കുറെ കാലങ്ങളായി നടക്കുന്ന രീതി. സ്വതന്ത്രം ഇങ്ങനെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പകൽ വെളിപ്പാടിന് സഭയോടൊക്കെയുള്ള ദൂതൊക്കെ ഞാൻ പറഞ്ഞു. സ്വതന്ത്രം ഇന്ന് രാത്രി നമ്മുടെ ആവശ്യം, എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ ഇടയിലൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരഭിഷേകം നിങ്ങളിലേക്ക് മടങ്ങി വരും. സ്വതന്ത്രം ഇതിന് വേദപുസ്തകത്തെ നാം ഒന്ന് പഠിക്കണം. ഇതിലല്പം പഠനത്തിലേക്ക് നമ്മൾ പോകുന്നു. സ്വതന്ത്രം ഹല്ലേലൂയ. വെളിപ്പാടുകളൊക്കെ നമുക്ക് രാവിലെ അനുവദിച്ച സമയത്തേക്കാൾ മുൻപോട്ടൊക്കെ ഒത്തിരി പോയി. കുറെ കാര്യങ്ങളൊക്കെ പറയാനോട് പറഞ്ഞതാണ് കർത്താവെങ്കിലും സമയം നമുക്ക് പാലിക്കപ്പെടണമല്ലോ. സഭാഭാഷമാരായിരിക്കും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഞാൻ ഒരു ചർച്ചയുടെ ചുമതല വയ്ക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ കൃത്യത പാലിക്കണം. എങ്കിലും ഒരല്പം മുമ്പോട്ട് പോയി അതൊന്നും വേസ്റ്റ് അല്ല എന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. നാം എല്ലാവരും പരിശുദ്ധാത്മ ശക്തിയെ തിരിച്ചറിയും. ദൈവശക്തി എന്താണെന്ന് നാം മനസ്സിലാക്കും. രാവിലെ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. സ്വതന്ത്രം നമ്മളോട് വർത്താനം പറയുന്ന ഒരാളാണ്. സ്വതന്ത്രം ശരി തെറ്റുകളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. ആ ആൾ എപ്പോഴും നമ്മോടൊപ്പം നടക്കുകയാണ്. സ്വതന്ത്രം ആ ആളിന്റെ ഗൈഡിൽ നമ്മൾ യാത്ര ചെയ്താൽ ഒരു കാലത്ത് തെറ്റിപ്പോകാൻ ഇടവരത്തില്ല. ഒരിടത്തും ശത്രുവിന് നമ്മുടെ മേൽ പിടിക്കപ്പെടാൻ അവസരമുണ്ടാകുകയില്ല. ഒരിടത്തും നമ്മുടെ ആത്മശക്തി ചോർന്നു പോകത്തില്ല. സ്വതന്ത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിന്തിക്കുന്നത് വാക്യം അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുക. സ്വതന്ത്രം ഹല്ലേലൂയ. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്? നമ്മുടെ പിതാവ് പറഞ്ഞ വാഗ്ദത്തത്തിനായി. സ്വതന്ത്രം. അപ്പൊ എന്തൊക്കെയോ കാര്യം ദൈവത്തിന്റെ ആത്മാവ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ ദൈവശക്തി എന്ന്? ശിഷ്യന്മാരുടെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടെന്നല്ല പറഞ്ഞത്. സ്വതന്ത്രം. പരിശുദ്ധാത്മാവ് ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോഴേ അവിടെ അകത്ത് വരുന്നുണ്ട്. സ്വതന്ത്രം. ഇവിടെ പറയുന്നു നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ ദൈവസഭയുടെ പ്രവൃത്തി മുഴുവൻ വെളിപ്പെട്ടത് സെഹിയോൻ മാളിയ മുറിയിൽ ദൈവശക്തി വെളിപ്പെട്ടപ്പോഴാണ്. അവിടേക്ക് ജനം എന്ത് ചെയ്തത്? ഓടി വന്നത്. സ്വതന്ത്രം. ഈ ദൈവശക്തിയുടെ മഹത്വം എന്താണെന്ന് പ്രവചനാത്മാവിൽ മൊത്തം നമുക്കൊന്ന് പഠിക്കണം. സ്വതന്ത്രം. ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കൈയടിച്ച് അന്യഭാഷ പറയുന്നതെല്ലാം ആത്മാവാണെന്ന് ചിന്തിച്ചു പോകുന്നത്. സ്വതന്ത്രം. നമ്മൾ മാത്രമൊന്നുമല്ല കേട്ടോ അന്യഭാഷ പറയുന്നേ. നമ്മളേക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, വെറുതെയാ. സ്വതന്ത്രം. പഞ്ചാബിലൊരു കൂട്ടരുണ്ട്, സർദാർമാരാണ്. അവര് വെള്ളയും മാത്രം ഇടുന്ന ആഭരണം ധരിക്കാത്തൊരു പ്രത്യേക കൂട്ടരാണ്. അവർ ഡോലക്കൊക്കെ അടിച്ചൊരു പാട്ട് പാടും. നമ്മൾ വിചാരിക്കും നമ്മുടെ പാട്ടാണ്. അവരും അന്യഭാഷ പറയുന്നുണ്ട്. ടി വി വെച്ച് നോക്കിയാൽ അമൃതാനന്ദമേ അന്യഭാഷ പറയുന്നു. ഇവിടുത്തെ കരിസ്മാറ്റിക് മൂവ്മെന്റുകാർ മുഴുവൻ അന്യഭാഷ പറയുന്നുണ്ട്. ശരിയല്ലേ? ഇവരെല്ലാവരും പറയല്ലേ? ഇന്ന് എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നതും എന്നോട് പോലെ ഒരു സഹോദരൻ പറഞ്ഞതാ. പക്ഷെ ഞാനിപ്പം 2 അക്ഷരം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ചെന്നിട്ട് ഈ മതഭാഷ പറയുന്നതിന്റെ ഞാൻ 2 അക്ഷരം കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത് എവിടെ തന്നെ പഠിച്ചേ? അല്ല, ഇതിന് സ്കൂളുണ്ട് ഭാഷ. ഞാൻ ഇപ്പൊ ഇതിൻ്റെ അകത്ത് കണ്ടതാ. അപ്പൊ ഞാൻ അതെങ്ങനെ അവർ പറയുന്നതൊക്കെ കേട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ 2 അക്ഷരം വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 അക്ഷരം അത് വാക്കാക്കിക്കാൻ പറഞ്ഞു. സ്വതന്ത്രം ഹല്ലേലൂയ. നമ്മൾ ഈ പെന്തക്കോസ്തുകാരെല്ലാം അന്യഭാഷ പറയുമ്പോൾ ഇതിനെയാണ് ശരിയെന്ന് പറയുന്ന ചിന്തയാണ്. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരാൾ അന്യഭാഷ പറഞ്ഞതാ. തുമേ
തുമയ്ക്കാക്കിയ കൊച്ചിനായി. എല്ലാവരും വന്ന് ചിരി തുടങ്ങി. യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ ഒരു സഹോദരൻ ഇതുപോലെ വർഷം കഴിയുമ്പോൾ സഹോദരൻ വന്നു, എൻ്റെ ഭാഷ എന്തുകൊണ്ടാണ് അമ്മാമ്മയാന്ന് പറഞ്ഞു. എനിക്ക് അമ്മാമ്മയെ അറിയാം. അമ്മാമ്മയെ കുറിച്ച് ചോദിച്ചു, എന്നെ അമ്മാമ്മയെ തുമയ്ക്കാക്കിയ കൊച്ചിനായി. അപ്പൊ എന്നോട് പറയും, എൻ്റെ ഭാഷ ഞാൻ എത്ര വർഷമായിട്ടാ തിരിക്കുന്നതെന്ന് അറിയും, ഒന്നും കിട്ടുന്നില്ല. ഞാൻ മോളെ ഡെലിവറിക്ക് ഡൽഹിയിൽ പോയതാ, അവിടെ ചെന്ന ഇച്ചിരി ഹിന്ദി കിട്ടി, ഞാനത് കൂട്ടി വെച്ച് കാച്ചത് തുമയ്ക്കാക്കിയ കൊച്ചിനായി. അവരെന്നെ ഭാഷ പറഞ്ഞു. അനുഭവപ്പെടുത്ത വേറൊരു സഹോദരൻ എന്റെ ഭാഷ പറഞ്ഞതാ, തംസൻ 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 തംസം. അപ്പൊ എനിക്ക് മനസ്സിൽ എന്തോ ഒരു വശപ്പ് തോന്നി. അപ്പൊ ഇവിടുത്തെ ഭാഷ എന്റെ ഭാഷ ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഇത് ഒറിജിനൽ അല്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയാം, എന്റെ ഭാഷ 4ാമത്തെ ഭാഷ, 4 വർഷമായിട്ട് ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുക. 4 വർഷം എന്തിയാ ഈ തംസപ്പ് കേട്ടോണ്ടിരിക്കുക. ഞാൻ വിളിച്ചു ഇവരോട് ചോദിച്ചു, എൻ്റെ അച്ഛ ഇത് ഒറിജിനൽ അല്ലെന്ന് കർത്താവ് പറഞ്ഞു. എന്താ കാരണം? എന്റെ ഭാഷ എത്ര ഭാഷ കമ്മിറ്റി കയറണമെങ്കിൽ അന്യഭാഷ പറയും. അതിന് പുള്ളി ഉണ്ടാക്കിയ ഒരു അന്യഭാഷയാണ്. കമ്മിറ്റി കയറി ഞാൻ ഇപ്പോഴും കമ്മിറ്റി പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പോസ്റ്റ് പറയുന്നതും എല്ലാം അന്യഭാഷ, ആർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം ദൈവശക്തിയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മലേറിയ വന്നാൽ വിറയ്ക്കാത്തവരുണ്ടോ? നമ്മുടെ മലേറിയ വടക്കിട്ടില്ല. ഈ മലേറിയ വരുന്നവനെന്ന് അറിയാമോ? കട്ടിലെ കണ്ടാൽ ഗിരിഗിരാമത്തടിക്കും. അവന്റെ അകത്തെ ആ അണുക്കള കൊണ്ട് പ്രസരിപ്പ് തുടങ്ങുമ്പോൾ എത്ര വലിയ ശരീരമുള്ളവനെ ഗിരിഗിരാന്ന് പറയും. ശരിയല്ലേ? ഉയരത്തിലെ ദൈവശക്തി ഇങ്ങോട്ട് ഇറങ്ങിയാൽ എന്താ ഗിരികാത്ത ശക്തി എന്ത് ചെയ്യും? ഇന്ന് നമ്മളുടെ ശക്തിയില്ല, പിന്നെ എന്തേ ഉള്ളൂ? ഭാഷ മാത്രമേ ഉള്ളൂ. സ്വതം സിയോൻ മലയ്ക്കകത്ത് ശക്തി ഇറങ്ങിയപ്പോ അവർക്ക് അഗ്നിനാവുകൾ പ്രത്യക്ഷമായി. നമുക്കോ എന്റെ ഭാഷയുണ്ട്, കുലുങ്ങാൻ പറ്റുന്നില്ല. പണ്ടെങ്ങനല്ലേ സഭ ആത്മശക്തി കൊണ്ട് നിറയുമ്പോ, ശരീരത്തിന്മേൽ ആത്മാവ് നിറഞ്ഞപ്പോ, അങ്ങനെയല്ല വായിക്കുന്ന, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. അങ്ങനെയാണെങ്കിൽ അകത്ത് നിറയുന്നതല്ലേ പുറത്തോട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നേരല്ലേ അത് പ്രകടമായി പുറത്തു വരത്തുള്ളൂ. സ്വതം ഇല്ലാത്തതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റിനെ അല്ല നമുക്ക് വേണ്ടത്. ഈ സഭയോട് ഞാൻ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് അല്ല വേണ്ടത്. നിങ്ങൾ ആരംഭകാലങ്ങളിൽ പ്രാപിച്ച ആത്മശക്തി ഉണ്ട്. വാർദ്ധക്യമാണെന്ന് നിങ്ങൾ പറയും, പ്രായമായെന്ന് പറയും. സോറി, തെറ്റിപ്പോയി. എന്റെ അമ്മയ്ക്ക് ഇപ്പൊ 85 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും ആത്മാവിൽ ശരിക്കും തെറിച്ചാരാധിക്കും. ഞങ്ങളെ പഠിപ്പിച്ച PN സക്രിയാസ സുൽഭാഷറിയാം. 12:30 സാറിന് ചോറ് കൊടുക്കണം. ഞാൻ ബസ്സിൽ ഇരിക്കാറുണ്ട്, എനിക്കറിയാമായിരുന്നു. 12:30 സാർ ക്ലാസ് തന്ന് ഓടി വരും, ചോറ് കൊടുക്കണം. വിശപ്പിന്റെ കൂടുതലുകൊണ്ടല്ല, അടുത്ത പെട്ടെന്ന് വെന്തിരിയോ എന്നൊരു വിഷയം ഒന്നല്ല, സാറിന് ഫുഡ് കൊടുത്തിരിക്കണം. ഇല്ലേ, വേണ്ട. ഫുഡ് കഴിച്ചാൽ സാറ് തിരിച്ചു ഒറ്റ പിടിയില്ല. റൂമിലേക്ക് ചെന്ന ആ ഒരു പായുണ്ട്, അത് വലിച്ചിട്ട് വെച്ച് കുടുകുടോന്ന് കേൾക്കാം, മുറിക്കാത്തിടി. സോദരം, ഞങ്ങൾ ഒരിക്കൽ സാറിനോട് ചോദിച്ചു, സാറിന് ഇത്ര പ്രായമായില്ലേ, എന്തിനാ ഇങ്ങനെ ആരാധിക്കുന്നത്, ഇത്രയൊക്കെ വേണമെന്ന് ചോദിച്ചാൽ പറയാ, എന്നേക്കാൾ ഡിഗ്രി ഉള്ളവന്മാർ പലരും വീട്ടിലിരിക്കുമ്പോഴും ഇപ്പോഴും എന്നെ ഇങ്ങനെ പ്രസംഗിപ്പിക്കുമാറാക്കുന്നത് ഈ ആത്മശക്തിയ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, വചനത്തിന്റെ പവർ നമുക്കുണ്ടായേക്കാം, അറിവുകൾ നമുക്കുണ്ടായേക്കാം. ഒരുവനെ, ഒരു സഭയെ, ഒരു വ്യക്തിയെ ദൈവം ഒരാളെ ഉയർത്തിയെടുക്കണമെങ്കിൽ അവന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരണം. ഈ ദിവസങ്ങളിൽ സഭയോട് അത് തന്നെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു ആത്മശക്തി ഇറങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ വാഞ്ചിക്കണം. കർത്താവ്, എന്റെ മേൽ ഈ അഭിഷേകം വരണം.
യൗവനക്കാരെ, യൗവനക്കാരത്തികളെ, നിങ്ങളുടെ മേൽ ഒരു വലിയ ആത്മപകർച്ചയ്ക്ക് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ കാണാത്തൊരു ആത്മശക്തി വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തതൊന്ന് കിടപ്പുണ്ട്. അത് നിങ്ങളുടെ മേൽ ഇറങ്ങി വന്ന ഞാൻ ഉറപ്പായി പറയുന്നു, നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചിലതൊക്കെ ദൈവം ആത്മശക്തിയാതിനെ വെട്ടിമാറ്റും. മുളവന എന്ന് പറഞ്ഞ സഭയിൽ മോഹൻദാസ് എന്നൊരു ഭാഷ ഇരുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് കണ്ട പറഞ്ഞ ഭാഷ ഞാൻ എന്റെ ജീവിത ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭാഷയെ കുറിച്ച് ദീർഘമണിക്കൂറുകൾ പ്രസംഗിച്ച ഒരു ചർച്ച. രാവിലെ തുടങ്ങുന്ന മീറ്റിംഗ് തീരുന്നത് രാത്രിയാണ് 9 മണിക്ക്, 8:09 നോൺ സ്റ്റോപ്പ് പ്രയറാണ്. ഏതാണ്ട് 12 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഞാൻ ഇരിക്കുന്നത് പാതിരാത്രി. സ്വതന്ത്രം. അന്ന് പകലിൽ ആരംഭ സെക്ഷനിൽ ജനത്തിന്റെ ശുദ്ധീകരണം നടത്തി. രണ്ടാമത്തെ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യുക, സ്റ്റോപ്പൊന്നുമില്ല. അടുത്ത സെക്ഷനിലേക്ക് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വൈശാഖ്യത്തെ എടുക്കാൻ പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ സെക്ഷൻ എടുത്തിട്ട് എങ്ങനെ പറഞ്ഞു, ആത്മാഭിഷേകത്തിനോട് പ്രാർത്ഥിക്കാൻ. ആ ചർച്ചിൽ ഒരു യൗവനക്കാരൻ പയ്യൻ ഓടി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ നേരം എനിക്ക് വളരെ കൊതി തോന്നി. ഇവനോട് വിടുന്ന കണ്ടപ്പോ അവന് 21 സുവാസമാണ്. ഞാൻ ഇവന്റെ തലയിലൂടെ കൈവച്ചതറിയാം. ഇവൻ നേരെ പുറകിലേക്ക് അങ്ങ് പറന്നുപോയി, ഭൂമിയിൽ പൊങ്ങി. ഞാനിവന്റെ പുറകിന് പോവാ. എന്റെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം. ഇവൻ നേരെ പുറകിൽ ചെന്ന് ഭിത്തിയെ തട്ടി. അവന്റെ പാസ് പറഞ്ഞ പാസിന് പോലെ അവൻ ചോദിച്ചത് അവന് കിട്ടി. ഞാൻ എല്ലാ ഭാഷ ചോദിച്ചത് അവൻ വേദപുസ്തകം വായിച്ചപ്പോ കണ്ടു, ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കത് അനുഭവിക്കണം. ഒരു യൗവനക്കാരന്റെ ആഗ്രഹമാണ് ആത്മാവിൽ എടുത്തുകൊണ്ട് പോകുന്നത് എനിക്കൊന്ന് കാണണം. 21 ദിവസം ഞാൻ ശുശ്രൂഷിക്കുന്നത്. അന്ന് അവനവിടെ താഴെ വീണിട്ട് എഴുന്നേറ്റ് വന്ന് പറഞ്ഞതെന്നറിയാമോ? ആർക്കും വെളിപ്പെടാത്ത, ആർക്കും അത് ഇതുവരെ പ്രവചിക്കാത്ത കുറെ കാര്യങ്ങൾ ഈ യൗവനക്കാരൻ മുമ്പിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്റർ എന്നെ ദൈവം ചില കാഴ്ച കാണിച്ചത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, നീ ആദ്യം എന്നോട് പറ. കാര്യം പുതിയൊരാളല്ലേ, ഇവരുടെ സംഗതി പറഞ്ഞു വെക്കഴിഞ്ഞ സംഗതി എന്താണെന്ന് അറിയണ്ടേ. അവൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ വിവേചനാത്മാവിൽ പറഞ്ഞു കൊടുത്ത് ഇന്ന പോലെ നീ പറയാവൂ. അവൻ പറയാനിടയായി. ആ സഭയ്ക്കകത്ത് ഒരു കാലത്തും വെളിപ്പെടാത്ത കുറെ വിഷയങ്ങൾ അവനെന്ന് പറയാൻ തുടങ്ങി. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ അറിയുന്ന ആത്മാവ് എന്താണെന്നറിയാമോ? ഈ കൈയടിച്ച് കസാരയിൽ നിന്ന് ചുമ്മാതൊന്ന് കുരുങ്ങ പോലും ചെയ്യാതെ ഇരിക്കുന്ന ഒരു ആത്മാവിനെ നമ്മൾ അറിയുന്നത്. അതല്ല ഒറിജിനൽ ആത്മാവ്. ആളത്തപരമായ ആത്മാവ് ഈ ദിവസങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പള്ളിക്കകത്ത് ഇറങ്ങണം. അത് ദേശം അറിയണം, നമ്മുടെ വീട്ടിൽ പാർക്കുന്നവർ അറിയണം, ദൂരത്തിരിക്കുന്നവരുടെ മേൽ വെളിപ്പെടണം ആത്മശക്തി. ഈ വചനത്തെ നമ്മളൊന്ന് വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. സ്വതം ഒത്തിരി സമയം ഇന്ന് രാത്രി ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലണം. നാളെ രാവിലെ വെളുപ്പിന് എനിക്ക് എറണാകുളത്ത് പോകണം. പകലത്തെ പോലെ നിൽക്കത്തില്ല. അതുകൊണ്ട് സ്വതം ഈ വചനത്തെ നമ്മൾ സാധാരണ ഈ ആത്മശക്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന നോർമലായ വാക്യം യോവേൽ പ്രവചനം അല്ലേ? അത് കണ്ട അന്ത്യകാലം ഞാൻ സകല ജലത്തിലെ ആത്മാവിനെ, ഈ വാക്യമാണ് നമ്മൾ പറയുന്നത്. ഞാനതൊന്ന് വിടുക. സ്വതം ആ വാക്യത്തിലേക്ക് പോകാതെ മറ്റു ചില വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി യഹസ്കേൽ പ്രവചനം 39-ാം അധ്യായം 29-ാം വാക്യം. എഴുതിയെടുക്കുന്നവർക്കൊക്കെ എഴുതിയെടുക്കാമേ. വീട്ടിൽ വെച്ചത് പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ശ്രദ്ധിച്ചു നോക്കിയോ? ഇവിടെ പ്രവചനാത്മാവ് പറയുകയാണ്, യഹോവയുടെ ആത്മാവ് ഇസ്രായേൽ ഗൃഹത്തിന്റെ മേൽ പകർന്നിരിക്കുകയാണ്. ഒരു ഇമ്പാർട്ടേഷൻ, പകർച്ചയാണ്. പകർന്നിരിക്കുകയാൽ എന്റെ മുഖം. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവവേദനന്റെ ദൈവത്തിന്റെ മുഖം മറയാതെ രാവിലെ തിരിച്ചു പഠിച്ചു എങ്ങനെയാ ദൈവം മുഖം തിരിച്ചു കളയുന്നത്. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ മുഖം തിരിയാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ പേര് എന്ത് വരണം? ദൈവത്തിന്റെ ആത്മാവ് വരണം. കഥ പറയാ, അങ്ങനെ വന്നാൽ എന്റെ മുഖം ഞാൻ തിരിക്കത്തില്ല. സ്വതന്ത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ റോമാലേഖനം അതിന്റെ 9-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ.
എന്നോട് ഭയങ്കര വായിച്ച ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. ഇസ്രായേൽ ഉത്ഭവിച്ചവരല്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ചവരത്രേ സന്തതി എന്ന് പറയുന്നത്. എന്റെ സന്തതിയുടെ മേൽ എന്റെ ആത്മാവിനെ പകരണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്താനമായി മാറണം. സ്വതന്ത്രം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ പെന്തക്കോസ്ത് മാതാപിതാക്കൾക്ക് ജനിച്ചവരാ. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ പെന്തക്കോസ്തുകാരായിട്ടില്ല, നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയുമായിട്ടില്ല. എപ്പോഴൊക്കെയോ സ്നാനപ്പെടാൻ തീരുമാനിച്ചു, അങ്ങനെ നിങ്ങൾ സ്നാനപ്പെട്ടു പോയവരാ. എന്താ കാരണം? യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. ഒരപ്പനും അമ്മയ്ക്കും ജനിച്ച ജഡമാണ്. അത് ആത്മീയ ജനനം നടന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറുകയുള്ളൂ. ആത്മീയ ജനനം നടക്കപ്പെടണമെങ്കിൽ വചനവും ആത്മാവും ഒരാളിൽ ഒരുമിച്ച് സമ്മേളിക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ക്രിസ്തു നിങ്ങളുടെ അകത്ത് വരണം. വചനമാകുന്ന ക്രിസ്തു അവിടെ നിങ്ങളുടെ ഉള്ളിൽ വരണം. അതിന് ഞാൻ ഇങ്ങനെ പറയും, പിശാചി കയറുന്നവൻ പിശാചിന്റെ സ്വഭാവം കാണിക്കുന്നുവെങ്കിൽ യേശു അകത്ത് വരുന്നവൻ യേശുവിന്റെ സ്വഭാവം കാണിക്കും. സ്വതന്ത്രം. മനസ്സിലാകുന്നുണ്ടോ? പിശാചി കയറുന്നവൻ കോപം കാണിക്കും, പിശാചി കയറുന്നവൻ തല്ലിപ്പൊളി നടത്തും, പിശാചി കയറുന്നവൻ അവൻ എന്തിനേയും തകർക്കും, എന്തിനോടും വെറുപ്പ് തോന്നും, എന്തിനോടും നെഗറ്റീവായിരിക്കും. യേശു അകത്ത് വന്നാലോ എന്തിനോട് സ്നേഹിക്കാൻ കഴിയണം, എന്തിനോട് പൊറുക്കാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ അപ്പനും അമ്മയും വഴക്ക് പറയുന്നത് പറഞ്ഞ് ഇപ്പോഴത്തെ മക്കൾ, പണ്ടത്തെ പിള്ളേരാണെങ്കിൽ ഞാനൊക്കെ ചെയ്തത് പട്ടിണി കിടക്കും, പിണങ്ങിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യും. നമ്മുടെ പണ്ടത്തെ ഭയങ്കര ഫൈറ്റിംഗ് ആണ്. ഇപ്പോഴോ ഇപ്പൊ അപ്പനമ്മയ്ക്ക് പേടിയാ, പിള്ളേരെന്തായാലും പഠിക്കാൻ പറ്റും, കടുകൈ കാണിക്കുവോ, അതാ പേടി. കാരണം ഇവരുടെ അകത്ത് ചിലതിനോട് പിടിച്ചു വാങ്ങിക്കാൻ കഴിയാതെ ഓടിപ്പോവുക. ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മശക്തിയാണ്. സ്വന്തം ഈ അടുത്ത കാലത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ പിടിച്ചതാ. ഒരു വീട്ടിൽ കൊച്ചു വഴക്കുണ്ടായ ഉടനെ അങ്ങ് കാണിക്കുക കാര്യം. 2 ആഴ്ച മുമ്പ് കാണിച്ചതാ. ഒരു ബോധം വെച്ചു. അവരെന്നെ വിളിച്ചു പറയും, എന്റെ ഭാഷ എന്നാ ഭാഷ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, നാട്ടിൽ വാ, നമുക്ക് പ്രാർത്ഥിക്കാം. അവള് സ്നാനപ്പെട്ടവളാ. ഇങ്ങനെ മുക്കാനും നടക്കുന്ന കുറെ കുട്ടികളുണ്ട്. MA വർഗീസിനെ അവിടെ പിടിച്ച് മുക്കിയതാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്വതന്ത്രം. എല്ലാവരും സ്നാനപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടവരാണ് ചിന്തിക്കരുത്. സ്വതന്ത്രം. രക്ഷിക്കപ്പെടുന്നവർ ആത്മജനനം നടക്കപ്പെടണം, എങ്കിലേ സന്തതിയാണ്. സന്തതിയുടെ മേലെ ആത്മാവിനെ പകരത്തുള്ളൂ, സന്താനത്തിന്റെ മേലെ നന്മ പകരത്തുള്ളൂ. അങ്ങനെ ജനിക്കപ്പെടേണ്ട എന്ത് ചെയ്യണം? 1 Petrus 1:23 കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും. അപ്പൊ ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പാട് പുസ്തകം 19-13 വാക്യം അവിടെ ഇങ്ങനെ പറഞ്ഞു, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ആര് വരണം? ആര് വേണം പറയാൻ? ആര് വേണം പറയാൻ? യേശു വരണം. അങ്ങനെയാണെങ്കിൽ യേശു വന്നാൽ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ പറ്റൂ, തർദ്ദന പറയാൻ പറ്റൂ, പിണങ്ങിയിരിക്കാൻ പറ്റുമോ? സ്വതന്ത്രം. ആരോടൊരു കൈക്ക് വെക്കാൻ പറ്റുമോ? കുരിശിൽ കിടന്നപ്പോഴും പറഞ്ഞു, കർത്താവ് ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാമെങ്കിൽ ഇവരോട്. ആ യേശു ആണ് നമ്മുടെ അകത്തുള്ളത്. പൗലോസ് പറഞ്ഞ പോലെ ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുണ്ട്. ആ യേശുവാണ് നമ്മുടെ അകത്ത്. സ്വതന്ത്രം. 2 യേശുണ്ട്. റിയലായ യേശു അകത്ത് വന്നാൽ അത് ജീവിതത്തിൽ അറിയാം. സ്വതന്ത്രം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു യഥാർത്ഥമായി വന്നാൽ ശരിക്കും നമുക്കറിയാം. സ്വതന്ത്രം ഒന്ന് അവിടെ വേണത് തിരിച്ചു പറയാൻ. സ്വതന്ത്രം അപ്പോഴാ സന്തതിയായി മാറുന്നത്. ഇവിടെ പറയുന്നു, നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്, അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. സ്വതന്ത്രം. ഇനിയും യെശയ്യാ പ്രവചന നിവർത്തി കേട്ടോ. ഇവിടെ പറയുകയാണ്, വാഗ്ദത്തം ചെയ്തതിനെ. അപ്പൊ എന്തോ ദൈവം പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ഓഫർ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഓഫറാണല്ലോ, ഇല്ലേ? 1 കിലോ പയറെടുത്താൽ 2 തീപ്പെട്ടി ഫ്രീ, ശരിയല്ലേ? എന്തിന് ഫ്രീ ആണെന്നല്ലേ? ഇപ്പൊ നമ്മൾ ഫ്രീ ഓർത്താന്നല്ലോ ഓടുന്നത് മുഴുവൻ. അങ്ങനെയാണെങ്കിൽ ദൈവം നേരത്തെ ഒരു ഓഫർ വെച്ചേക്കുക. ഈ നമ്മളെ ഇങ്ങനത്തെ ഒരു ആത്മാവ് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കണേ. സ്വതന്ത്രം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഇത് പ്രാപിച്ചിട്ട് ഇവിടെ വിട്ടു പോകാം. സ്വതന്ത്രം. ഹല്ലേലൂയ. പ്രായമുള്ളവരൊക്കെ ഉണ്ട്. ഞാനിവിടെ പറയുക, നിങ്ങളുടെ മേൽ അസാധാരണമായ ദൈവശക്തി ഇറങ്ങിയാൽ നിങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന സകല പ്രശ്നവും മാറും. അതിറങ്ങാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം. ഈ ശരീരത്തിൽ എൻ്റെ മേൽ ദൈവത്തിന് ആത്മാവ് ഇറങ്ങണം, നിങ്ങൾ അനുവദിക്കണം. അതിനോട് റിവഞ്ചായി നിന്നാൽ ദൈവാത്മാവ് ഇറങ്ങി വരത്തില്ല. അതാ മറിയ പറഞ്ഞത്, ഞാൻ അങ്ങയുടെ ദാസി, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ. അസാധ്യമെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അത് സംഭവിക്കപ്പെടുമെന്ന് നിന്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുമെന്ന് മറിയ പറഞ്ഞെങ്കിൽ അവളുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി അതേ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരണം. എന്താണ് റിയലായ ദൈവശക്തി ഒരാളുടെ മേൽ ഇറങ്ങി വന്ന് നടക്കുന്നത്? യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 15-ാം വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോഴും തന്നെ, ശ്രദ്ധിച്ചോണേ, അവിടെ മണ്ഡലം ചെയ്യേണ്ടത്. അപ്പോ മരുഭൂമി ഉദ്യാനമായും ഉദ്യാനം വനമായും എണ്ണപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇന്ന പകല് ശരിയായ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ നമ്മുടെ ശാരീരിക ക്ലേശങ്ങളെ മാറ്റാൻ കഴിയത്തില്ല. സ്വതന്ത്രം. ഹല്ലേലൂയ. VJ ട്രാവൽ എന്ന് പറഞ്ഞ ദൈവദാസന് ചെറുക്കിലോ ഒരു 3 ദിവസം ഞാനും ആ മനുഷ്യനെ മറ്റു ചിലരോട് പ്രാർത്ഥിക്കാൻ കഴിയും. സ്വതന്ത്രം. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പുറംവേദന ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം, കിടക്കാൻ പറ്റത്തില്ല. ഇന്നലെ പാസ് കട്ടിലൊക്കെ തന്നിട്ട് ഞാൻ സുഖമായിട്ട് കിടന്നു, മക്കൾ കിടക്കത്തില്ല. ഇങ്ങോട്ട് വരും, ഈ ഹോളി വന്ന് ഒരു കസാറ എടുത്തിടും, ഒരു കസാറ മുമ്പിലോട്ട് കാല് പൊക്കി വെക്കും, ഭിത്തിയെ ചാരിയിരിക്കും. ഫുൾ നൈറ്റ് വേണം ഞാൻ ഇരുന്ന് കാണുമ്പോൾ. കിടക്കാൻ പറ്റത്തില്ല എനിക്ക്. കിടന്നാൽ എൻ്റെ പുറം പൊട്ടിപ്പുളക്കുന്ന വേദന. ഇതിനകത്തിരിക്കുന്നവര്, നിങ്ങളുടെ രോഗവും ക്ലേശവും മാറണമെങ്കിൽ ഈ ഉയരത്തിലെ ശക്തി ഇറങ്ങണം. സ്വതന്ത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾ ചികിത്സിച്ചിട്ടും ഭേദം വന്നില്ലാത്ത ഒരു അസുഖമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് തലവേദന വരുന്നു, ഞാനൊരു ടാബ്ലറ്റ് എടുത്തു, എൻ്റെ തലവേദന എന്ത് ചെയ്യണം? മാറണം. ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നതല്ലാതെ എൻ്റെ ഈ തലവേദന എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. പിന്നെയും ഈ വേദന വന്നുകൊണ്ടിരിക്കുക. ജീവിതകാലം മുഴുവൻ ഞാൻ മുടി അടിക്കുന്നു, ഇങ്ങനെ നടക്കുക, അഡിക്റ്റ് ആകുക. അങ്ങനൊരു വേദനയുണ്ട്. നമ്മെ തിരുമ്മി കിഴികുത്തി ഇഷ്ടംപോലെ ട്രീറ്റ്മെന്റ് ചെയ്തു, പക്ഷേ രോഗം ഭേദമാകുന്നില്ല. ഇതെന്നാ രോഗമാണോ ബന്ധനമാണോ? ഹലോ, പറഞ്ഞേട്ടെ, ഇത് ബന്ധനമല്ലേ? രോഗമാണ്, ചികിത്സിച്ചാൽ മാറണം. സ്വതന്ത്രം. ഇത് രോഗബന്ധനമാണ്. ഈ ബന്ധനം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓടിലോട്ട് കയറുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഏടേ പോണേ ഞങ്ങരച്ചാലും പേടേ പോലെ. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, അവിടെ ഇരിക്കുന്ന എത്ര ആശ്വാസമാണെന്നറിയാമോ? ഞാൻ പറയുക, ഈ ശക്തി കൂടെ അങ്ങ് വന്നാൽ എപ്പോഴും ആശ്വാസം. സ്വതന്ത്രം. രാവിലെ പറഞ്ഞ കാര്യങ്ങളെ ക്രമീകരിക്കണേ. രാവിലെ പറഞ്ഞ വന്നവരൊക്കെ കേട്ടണം. അത് രാവിലത്തെ കാര്യങ്ങൾ മുഴുവൻ ആത്മാവിൽ വിധേയപ്പെട്ടിട്ട് നാം ദൈവത്തിന്റെ സന്തതിയായി മാറ്റപ്പെട്ട് അങ്ങനെ ഇരുന്നാൽ നമ്മുടെ മേൽ ഉയരത്തിലെ ആത്മാവ്. എന്താ ഉയരത്തിലെ ആത്മാവ് എന്ന് പറയുന്ന കാര്യം?
കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ പോയി പിതാവിനോട് വാങ്ങി നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അവനെ നിങ്ങളുടെ മേൽ അയച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവ് തരുന്നത് ആരാ? കർത്താവ് തരുന്ന ഉയരത്തിലെ ആത്മാവ് നമ്മുടെ മൺകൂടാരത്തിന്റെ മേൽ ഇറങ്ങി വന്ന അപ്പോൾ എപ്പോഴിറങ്ങുന്നു? അപ്പോൾ മരുഭൂമി ഉദ്യാനഭാഗം എന്ന് പറഞ്ഞാൽ നിനക്ക് നീ സ്വസ്ഥതയിലെ ചൂടേറിയ അനുഭവം പോലെ ഇതിന്റെ അകത്ത് ഒരു തണല് കിട്ടുന്ന ഒരു ആശ്വാസം കിട്ടാത്ത വിഷയമാണോ? ഇങ്ങനെ വചനം പറയുന്നു, അത് നിനക്കൊരു ഉദ്യാനമായി മാറ്റപ്പെടും. വിഴിഞ്ഞത്തൊരു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ എൻ്റെ നാട്ടുകാരിയായ ഒരു സഹോദരി ഫുൾ ചൂരിദാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി എല്ലാം വിശ്വാസത്തിൽ ഭയങ്കര തീഷ്ണതയാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കി. അവരോട് പറഞ്ഞു, എന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയി. യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് 3 മണിക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ സഹോദരി അവിടുത്തെ പാസ്റ്റർ സുരേഷിനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാ, എൻ്റെ പാസ്റ്റർ റിയപ്പാസ്റ്റോട് പറയണം, ഭക്തി കൂടിയിട്ടല്ല ഞാൻ കോളറുള്ള ചൂരിദാർ ഇട്ടത്, ഫുൾക്കൈ ഇട്ടത്. എനിക്കൊരു സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ സ്കിൻ പ്രോബ്ലം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ഇത്ര വർഷം മരുന്ന് കഴിക്കുകയാണ്. പക്ഷേ എൻ്റെ മേൽ അന്നപ്പകലിൽ ഇറങ്ങി ആത്മശക്തി ഇറങ്ങി. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു പാടുപോലും ഇല്ലാതെ കർത്താവിന്റെ സൗന്ദര്യം. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ വീട്ടിൽ ഉഷ്ണരോഗം കൊണ്ട് വീട്ടുകാർ ഇറക്കി വിട്ടു. ആ യോഗത്തിന് വന്നതാ ഒരു തമിഴ് സഹോദരനാ, കണ്ടാൽ ഒട്ടക്കട്ട ഒരു മനുഷ്യൻ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വഴിയെ കൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു. താൻ മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പോകുമ്പോൾ ചർച്ചിലുള്ള ഒരു സഹോദരൻ എന്താ നിങ്ങളിങ്ങനെ കരയുന്നേ? എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിട്ടെ, കാരണം അദ്ദേഹം എവിടെ ഇരുന്നാലും അവിടെ നനയും. ഉഷ്ണരോഗം വന്നിട്ട് വേർപ്പറങ്ങി മൊത്തം താൻ ഇരിക്കുന്നത് മുഴുവൻ നനഞ്ഞു പോകുക. വീട്ടുകാർ തന്നെ ഇറക്കി വിട്ടത്. ആ യോഗത്തിന് വന്ന് നിങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ സംവിധാനത്തിൽ നല്ലോണ്ടിരിക്കുന്നത് ടാക്സിക്ക് ഇട്ട ഷെഡ പുറത്ത് മണൽ പഴുത്ത് കിടക്കുക. ആ മണലിനകത്താണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ. ഒരു ദിവസം എനിക്ക് ഞാൻ 2 ജോഡി ഡ്രസ് ഇട്ടാലും തീരത്തില്ല, അതുപോലെ വയർത്തും കുളിക്കും. അങ്ങനെ നിൽക്കുക. ഈ മനുഷ്യനെ അവിടെ കൊണ്ട് തിരുത്തി. അന്ന് പകലിൽ ദൈവശക്തി ഇറങ്ങിയപ്പോൾ സംഭവിച്ചിരണമോ, ഈ മനുഷ്യനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോയി ചോറിട്ടാൻ പോയി. തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ അതിൻ്റെ അകത്ത് സുഖമായി കിടന്ന് ഉറങ്ങുകയാണ്. ഇദ്ദേഹത്തെ തട്ടിയെടുത്തപ്പോൾ അദ്ദേഹം പറയുക, എനിക്ക് ചൂട് അനുഭവിക്കുന്നില്ല, എനിക്ക് വേർപ്പിന്റെ രോഗം മാറി. ഇതിൻ്റെ അകത്ത് വന്ന ദൈവമക്കളെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന രോഗബന്ധനമുണ്ടെങ്കിൽ, ഒരു വൈദ്യനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യമുണ്ടെങ്കിൽ, ഇതിനകത്ത് ഞാൻ ഓർപ്പിക്കപ്പെടുന്നത് ഈ ഉയരത്തിലെ ആത്മാവ് ഒന്നിറങ്ങി വന്ന എന്റെ വൈഫിന് ക്യാൻസർ വന്നതാണ്. ഫുൾ ബോഡി സ്പ്രെഡ് ചെയ്തതാണ്. രക്ഷപ്പെടുകയെന്ന് പറഞ്ഞതാണ്. പക്ഷെ ആ സ്ഥലത്ത് ഇന്നും ദൈവം ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നത് ഒറ്റ കാരണമാണ്. അന്ന് രാത്രിയിൽ ഇറങ്ങി എൻ്റെ വൈഫിന്റെ പേരിറങ്ങി ആത്മശക്തി. നിന്റെ ശരീരത്തെ സകല അണുക്കളെയും കത്തിക്കാൻ പറ്റുന്ന, അതിനെ ഉന്മൂലമാക്കാൻ കഴിയുന്ന ഒന്നാണ് ഉയരത്തിലെ ആത്മശക്തി. അല്ലാതെ അടഞ്ഞു കിടക്കുന്ന ഹോളിന്റെ അകത്ത് വന്ന 2 അന്യഭാഷ പറഞ്ഞിച്ച് പോകാൻ അല്ല ഈ ആത്മശക്തി. ഇന്ന് രാത്രി സഭയെ ഇതിന്റെ അകത്തൊരു രോഗി വന്ന അവന്റെ മേൽ ആത്മപ്രവൃത്തി വെളിപ്പെടാൻ ഇതിന്റെ അകത്തിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ ഒരു ആത്മപകർച്ച ഇറങ്ങിയ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ഇതിന്റെ അകത്ത് വരുന്ന രോഗിയെ യേശു സൗഖ്യമാക്കും. ഇതിനകത്ത് അസാധ്യതകൾ സാധ്യമാകും. ഈ ദിവസങ്ങൾ ഈ വാടക ചർച്ചക്കുള്ളത് നടക്കണം. വർഷങ്ങളായി നിങ്ങളുടെ ആത്മപ്രവൃത്തി നഷ്ടപ്പെട്ടു കിടക്കുകയാണ്. വർഷങ്ങളായി ഒരു ദൈവിക പ്രവൃത്തി കാണാൻ കഴിയാതെ വന്നു പോകുന്നതല്ലാതെ നിങ്ങളുടെ ഒരു ആത്മസാമർത്ഥ്യം കാണാൻ കഴിയാതിരിക്കുകയാണ്. ഇതിനകത്ത് ആത്മാവിനെ വിളിച്ചു പറയുക, നിങ്ങളുടെ മേൽ ആ ആത്മസാമർത്ഥ്യം മടങ്ങി വരട്ടെ, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ജനത്തിന്റെ മേൽ ആത്മസാമർത്ഥ്യം വരിക. രോഗക്കെടുതികൾ ശാസിക്കുക, രോഗമണ്ഡലങ്ങൾ ശാസിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്യായ പോരുകൾ ഈ രാത്രി വിട്ടുമാറട്ടെ.
BP നോക്കിയാൽ നിങ്ങൾക്ക് BP ഇല്ല, പക്ഷെ കലശരായ തലയ്ക്ക് പേരിപ്പുള്ളവർ ഇന്ന് രാത്രി ഇതിലൊക്കെ തീർക്കും. നിങ്ങൾക്ക് അറിയത്തില്ല എന്താ അസ്വസ്ഥത എന്ന് പോലും അറിയുന്നില്ല. വല്ലാതെ നിങ്ങളൊന്ന് വറിയിടാകാറുണ്ട്. ഇന്ന് രാത്രി കർത്താവേ പരിഹരിക്കാൻ കഴിയുന്ന നീ ഇന്നത്തെ രാത്രി കൊണ്ടുവന്നു. 7 ആൾക്കാർ ന്യൂറോ സംബന്ധമായ പ്രശ്നമുള്ളവർ ഇന്ന് രാത്രി അകത്തിരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്പൈനൽ സംബന്ധമായി സ്പൈനലിനകത്ത് അല്ലാത്ത അസ്വസ്ഥതയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഇന്ന് രാത്രി യേശു നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഞാനോ ഇവിടെ ഇരിക്കുന്ന ആരും കൈവെക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇന്ന് രാത്രി ആ ഉയരത്തിലെ ആത്മാവ് നിറങ്ങിയ ആത്മസാമർത്ഥ്യം നിങ്ങളുടെ മേൽ നിറഞ്ഞു വന്നാൽ അവൻ നിങ്ങളുടെ സകല ലോകത്തെ സൗഖ്യമാക്കുന്നത്. ഇത് സംഭവിക്കാൻ നാം എന്ത് ചെയ്യണം? ഈ ഉയരത്തിലെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരാൻ നമുക്കൊരു വലിയ വാഞ്ചയുണ്ട്. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ആഗ്രഹമുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഈ വിശ്വാസത്തോടൊപ്പം നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ യൗവനക്കാരെ നിങ്ങളെയൊക്കെ ദൈവം ശക്തമായി ഉപയോഗിക്കും. സ്വന്തം ഹല്ലേലൂയ. അതിന്റെ കാരണം അറിയാമോ? നിങ്ങൾക്ക് ചിന്തിച്ചേക്കാൻ നമ്മളൊന്നും ആർക്കും വേണ്ട. സ്വന്തം നിങ്ങൾ ആത്മാവിനാൽ ഒന്ന് ഉപയോഗിക്കപ്പെടുക. നിങ്ങളെ തേടി 100 കണക്കിന് ആളുകൾ. എനിക്ക് ഓടിയെത്താൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ കോട്ടയത്ത് ഒരു ചർച്ച നടത്തുമ്പോൾ തന്നെ കോലഞ്ചേരിക്കടുത്ത് വയലത്തല കത്തോലിക്കരുടെയിൽ മാത്രം ഒരു പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ഓടിയെത്താൻ സമയമില്ല. അവരുടെ അപ്പന്റെ മരണ വീട്ടിക്ക് വല്യപ്പനെ അടക്കാൻ ചെല്ലുമ്പോൾ ഒരു ഉപദേശി കയറി ചെന്നിട്ട് കോളനെ പിടിച്ച് തള്ളി വെളിയിൽ കളഞ്ഞതാണ്. താനിവിടെ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലാണ് ഞാനിപ്പോ പ്രാർത്ഥന നടത്തുന്നത്. സ്വതം അവരെ ഒന്നും ഞാൻ ട്രാക്ട് കൊടുത്തതല്ല. ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഹല്ലേലൂയ. അവരുടെ കൊച്ചു കാര്യത്തിന് പോലും അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്, ദാഹമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ പ്രശ്നം മാറും. ഇതിന്റെ അകത്ത് നിൽക്കുന്ന ദൈവമക്കളെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ വാഞ്ച ഉണ്ടാകണം. ഏതിനോട് റിവെഞ്ചിക്ക് മാറ്റി വെച്ചിട്ട് എതിർത്ത് നിൽക്കുന്നത് മാറ്റിയിട്ട് ഒരു ദാഹം തോന്നണം. സ്വതന്ത്രം. ഈ ദാഹം തോന്നണമെങ്കിൽ എന്തെങ്കിലും അറിയാമോ? കർത്താവ് ചെയ്യുമെന്ന് ഉറപ്പ് വരണം. സ്വതന്ത്രം. കർത്താവ് ചെയ്ത് എന്ത് ചെയ്യണം? ഒരു ഉറപ്പ് എന്ത് ചെയ്യണം? സ്വതന്ത്രം. ഈ 2 ചെവിയുടെ ബാക്കിൽ 2 മുഴ വന്ന ഒരു സഹോദരി മീന എന്ന് പറയും. അവൾ മരിക്കാറായി കിടക്കുക. അവൾ കുഞ്ഞിനെ, 2ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായപ്പോൾ കിടപ്പിലായത്. ആ കിടപ്പിൽ കിടന്ന കുഞ്ഞിന് ജന്മം നൽകി. ഒരു ദിവസം പോലും ബ്രസ്റ്റ് ഫീഡിങ് നടത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെല്ലാം അറിയേണ്ട കാര്യമാട്ടോ. നമ്മൾ ഈ വിടുതൽ പ്രാപിച്ചിട്ട് ആരോടെയും പോയി പറയുന്നു ഇല്ല. ഹിമാചലിൽ അവർ ചെയ്യുന്ന പരിപാടി എന്നോട് ചോദിക്കും, മക്കൂക്കാതാണ് എന്താ തരേണ്ടതെന്ന് പറഞ്ഞു. കാശ് വേണം, കാശ്. ഞാൻ പറയുന്നത് വേണ്ട, ഞാൻ നിങ്ങൾക്കൊരു നേർച്ച തരിക. നിങ്ങൾ നേർച്ച കേൾക്കുമ്പോൾ വെപ്രളമൊന്നും പിടിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു നേർച്ച തരിക. അത് ഇങ്ങനത്തെ വാക്ക് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ബന്ധപ്പുസ്തകം, ഈ പാരമ്പര്യ ബന്ധപ്പുസ്തകം ഭയങ്കര അസ്വസ്ഥത തോന്നി. ആ നേർച്ച കേട്ടോണം. നിങ്ങൾ പോയി നിങ്ങളെ പോലെ പ്രശ്നമുള്ള 5 കുടുംബത്തെ വിളിച്ചോണ്ട് വരണം. അതവിടെ നേർച്ച.
അവര് വീട് വിട്ടാൽ ഇറങ്ങുക. പിന്നെ അടുത്ത ദിവസം മുതൽ ഗ്രാമങ്ങൾ തോറും നടക്കും. അങ്ങനെ ഈ വീട്ടിൽ ചെന്നു. അവിടുത്തെ മരണം കാണുന്നത് ഇഷ്ടമാണ്, നിലത്താ കിടത്തുന്നത്. അങ്ങനെ വീട്ടുകാരിങ്ങനെ മാറി മാറിയിരിക്കും മരണം കാണാൻ. അങ്ങനെ മരിക്കാൻ വേണ്ടി കാത്തു കിടക്കുന്ന സഹോദരി അവിടെ ചെന്നേച്ച് പറഞ്ഞു. ഒരു സഹോദരി പറഞ്ഞു, ഞങ്ങൾക്കൊരു ബാവയുണ്ട്, ആ ബാവയുടെ അടുക്കൽ വന്നാൽ മതി, അദ്ദേഹം പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. അത്രേ ഉള്ളൂ. യേശുവിനോട് ഒന്നും പറഞ്ഞില്ല. അടുത്ത ബുധനാഴ്ചത്തെ മീറ്റിങ്ങിൽ ഈ സഹോദരി അവരുടെ ഹസ്ബൻഡിനെ കൊണ്ട് വന്നു. ശ്രദ്ധിച്ചോണേ, നമ്മളിവിടെ അന്യായ ദൂത് പറഞ്ഞാൽ ഒരു രോഗി സൗഖ്യമാകത്തില്ല. അന്ന് ഇവരവിടെ വന്നിരുന്നു. യോഗം തുടങ്ങിയ ശേഷം വന്നത്. ആരായതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഞാനൊന്ന് പ്രസംഗിക്കാൻ എടുത്ത വാക്യം, കുടുംബം ആര് സ്ഥാപിച്ചു, കുടുംബത്തിന്റെ പ്രത്യേകത എന്ത്, കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പോലെ ഞാൻ വേദപുസ്തകം പഠിപ്പിക്കാം. വേദം തോട്ടത്തിൽ വെച്ച് പുരുഷനെ സൃഷ്ടിച്ചു, സ്ത്രീയെ സൃഷ്ടിച്ചു, എന്തിനാ സൃഷ്ടിച്ചത്, ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ട് ഞാൻ ഇവരോട് പറയുക, ഇന്നു മുതൽ നിന്റെ കുടുംബത്തിന് മേലുള്ള ബന്ധനങ്ങൾ ദൈവം അഴിച്ചിരിക്കും. നിങ്ങൾ പറ, ഈ വയല ഇവിടുത്തെ സഭയോട് ഇങ്ങനെ പറഞ്ഞാൽ ആരുടെ ബന്ധന വഴി? യോഗം കഴിഞ്ഞ ഉടനെ ഇവൻ എൻ്റെ ഇടയ്ക്ക് വന്ന് ചെല്ലോട് പറയുക, എൻ്റെ വൈഫ് 9 മാസം കിടപ്പില്ല, ഇത്ര മാസം വീണു, കുഞ്ഞിന് ജന്മം നൽകി, ചില മാസങ്ങൾ കഴിഞ്ഞു, മരിക്കാതെ കിടക്കുക. മലയാളിയല്ലേ ഞാൻ, നിങ്ങളതേ ആത്മാവായിരിക്കും. ഒരു സംശയം തോന്നിപ്പോയി. ദൈവാത്മാവ് അപ്പുറത്ത് ബന്ധന വെച്ചത് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു. കർത്താവിനോട് പറഞ്ഞിട്ട് എൻ്റെ അകത്തേക്ക് ഒരു ചിന്ത വന്നു, 8-9 മാസം കിടപ്പിലെ കിടക്കുന്ന ഇവരെങ്ങനെ എഴുന്നേറ്റ്? പക്ഷെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഇവരുടെ തലയിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു വാചകം വന്നു, പിന്നെ അസ്ഥിയിൽ അസ്ഥിയും മാംസത്തിൽ മാംസമായി ദൈവരെ കൂട്ടിച്ചേർത്തിരിക്കുക. ഇപ്പോൾ ഇവന്റെ മേൽ ആ ദൈവശക്തി ഇറങ്ങി, അതേ ശക്തി അവിടെ മേൽ വ്യാപരിക്കപ്പെടണം. സ്വതന്ത്രം. വേദപുസ്തകത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. നമ്മൾ അതിനെ ദാഹത്തോട് ഉൾക്കൊള്ളാത്തത് കൊണ്ട് മറുപടി കിട്ടാത്തത്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾക്കവിടെ സംഭവിച്ചത്, ഇവന്റെ ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അന്നാണ് അവൻ യേശു ദൈവമാണെന്ന് കേൾക്കുന്നത്. അതിന് മുമ്പ് കേട്ടിട്ടേ ഇല്ല. അവനോട് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് പറയണം, ഈശോ കൊച്ചങ്കായിന്ന് നിന്റെ ഭാര്യയോട് പറയണം, എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അവൻ വീട്ടിൽ നിന്ന് ബസ് കയറി ആരോ പെട്ടാതെ അവിടെ ചെന്നിറങ്ങി 1.5-2 കിലോമീറ്റർ വീട്ടിലേക്ക് നടക്കണം. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എല്ലാം നോക്കിയിരിക്കുക. അവിടെ ഭാര്യയോട് പറഞ്ഞു, ഈശോ കൊച്ചങ്കായി തരെ, ഈശോ കൊച്ചങ്കായി തരെ, ഈശോ കൊച്ച 3 പ്രാവശ്യം പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തു. ബാക്കി വെള്ളം കുറെ കഴിഞ്ഞപ്പോൾ കൊടുത്തു. 4 മണിയായപ്പോൾ ഈ സഹോദരൻ എഴുന്നേറ്റു. നിങ്ങൾ തിരിച്ചു വരികയെ സ്വതന്ത്രം. ഇത് ഭാഷ വിളിച്ചിട്ട് എന്താ എന്റെ ഭാഷ ഇവിടെ എല്ലാം നടക്കാത്തെന്ന് നിങ്ങൾക്ക് അനുസരണക്കേടുണ്ട. ഈ ആളിന്റെ സ്വഭാവവും വിടുതലും ഈക്വാലിറ്റി അവർക്ക് ഭയങ്കര ദാഹമാണ്. നമ്മളാണ് എന്ത് ചെയ്തേനെ, വെള്ളം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പോക്കൊക്കെ പോയി. സ്വതന്ത്രം. ഇവര് അടുത്ത ബുധനാഴ്ച കൊണ്ട് ഇവനൊരു സ്ത്രീയും 2 പിള്ളേരുമായിട്ട് വരും. എന്റെ ഭാര്യ ജല്ലിക്കൂടെ നോക്കിച്ച് പറഞ്ഞു, പോണ്ട് അവൻ വേറൊരു സ്ത്രീയെ കൊണ്ട് വരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ ഭാര്യ എഴുന്നേറ്റ് വരുന്നത് എനിക്ക് പോലും ഇതില്ല. നമ്മളെല്ലാം ഒരേ കൂട്ടരല്ലേ? സ്വതന്ത്രം. അല്ലേ? ഒട്ടും മോശമല്ലാത്ത സാധനം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അവിടെ ചെന്ന ശേഷം ഈ വിശ്വാസം എല്ലാം പെരുകി തുടങ്ങിയത്. സ്വതന്ത്രം. അപ്പൊ വിപത്ത് കയറി ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു, എന്താ പറ്റി? ഇതാണ് എന്റെ ഭാര്യ. ഞാൻ ചെന്നാ പറ്റി, എങ്ങനെടാ കൊണ്ടുവന്ന വെള്ളം കൊടുത്തു. 4 മണിയായപ്പോ അവർ എഴുന്നേറ്റു. നിങ്ങൾ നോക്കണേ, നമ്മളാണ് ഓട്ടോ വിളിച്ച വണ്ടി വിളിച്ചേ വരത്തുള്ളൂ. ഇവിടെ വിശക്കേറ്റിയാ കൊണ്ടുവന്നേക്കുന്നത്. 9 മാസം കിടപ്പിലായ സഹോദരി നടന്നു വന്ന് ബസ് കയറി അവിടെ വന്നേക്കുക. സ്വതന്ത്രം. എന്താ ഇവിടെ ദാഹം നോക്കണം. ആ സ്ത്രീയുടെ ഈ ചെവിടെ മുഴ മാറിയിട്ടില്ല. അവിടെ എഴുന്നേറ്റതൊക്കെ ശരിയാ. അവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ കസാരയൊക്കെ ഇട്ട് കൊടുത്തു, വെള്ളമൊക്കെ കൊടുത്തു, ചായയൊക്കെ കൊടുത്തു. ഇതൊക്കെ വർത്താനം കുറച്ച് തുടങ്ങി. ഈ നമ്മുടെ ബുദ്ധി പറയാനാ കേട്ടോ. നിങ്ങൾക്ക് മറുപടി കിട്ടാത്തതിന്റെ കാര്യം ഞാൻ പറയേ കേട്ടോണ്ടേ. എന്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസം തോന്നും കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്വഭാവം ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്തെയ്യാമോ പറഞ്ഞു കൊടുത്തു, നീ 9 മാസം കിടപ്പിലായിട്ട് കട്ടിയുള്ള ഭക്ഷണമൊന്നും ചെയ്ത് കഴിക്കരുത്, ഈ ഇങ്ങനെ ഇച്ചിരിയൊക്കെ കഴിക്കാൻ നിങ്ങൾ പറഞ്ഞു കൊടുത്താണ്. ഇതൊക്കെ കഴിക്കാവൂ, നിന്റെ കുടലൊക്കെ ഇന്ന് റെഡിയാക്കണം. വന്ന സമയം പറഞ്ഞു കൊടുക്കുക. പിന്നെ നിന്റെ ജോയിൻസിനെല്ലാം വേദനയാണ്. ഞാൻ 9 മാസം കിടന്നതല്ലേ, നീ കൈവിതൊക്കെ മടക്കണം, ചെറുപ്പം നോക്കണം, അറിയാവുന്ന ജിംനേഷ്യം മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുത്തു. ഏതാണ്ട് 3/4 മണിക്കൂറോളം ഇവർക്ക് എക്സസൈസും ഫുഡിന്റെ മെനു എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ അന്ന് മാത്രം സൗഖ്യം കിട്ടിയ ഈ സഹോദരി എന്നോടൊരു വാചകം പറഞ്ഞു, पिछले दिनों में मेरे को इतना चुटकी से प्रभु छुटकारा दिया था, आज भी मैं विश्वास कर रहे अभी प्रभु मेरे को छुटकारा. കഴിഞ്ഞ ദിവസം നിമിഷം എന്നെ സൗഖ്യമാക്കി യേശുവിന്
ഇപ്പോഴും സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവളോട് പറഞ്ഞത്, ഞാൻ തോറ്റു, നീ ജയിച്ചു. ഹല്ലേലൂയ. എന്റെ കണ്ണ് തുറപ്പിച്ചത് ആ സഹോദരിയ. 50 വർഷത്തെ വിശ്വാസിയല്ല എന്റെ കണ്ണ് തുറപ്പിച്ചത്. അവളോട് ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്ന് പകലവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ വരുന്ന ചില ബന്ധനം അഴിഞ്ഞു മാറി. ഈ 2 മൊഴയും താണുപോയി. അന്നാണ് അവൾ ആദ്യമായി അവിടെ ജനിച്ച കുഞ്ഞിനെ എടുക്കുന്നത്. ഇന്നും മീന ആയുസ്സോടുണ്ട്. 2005 നടന്നതാ. ഈ 2024 മീന ജീവനോട് ഇരിപ്പുണ്ട്. അത്ഭുതങ്ങളെ ഉയരത്തിന് ആത്മാവ് ഒരു ഇറങ്ങിയ ദാഹമുള്ളവനെ സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധത വളരെ വ്യക്തമായി പറയുന്നു. ദാഹത്തോടെ ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങൾ ഏത് സാഹചര്യമാകട്ടെ, മെഡിക്കൽ എന്ത് റിപ്പോർട്ടും പറയട്ടെ, ഇന്ന് രാത്രി നീ ആഗ്രഹിക്കപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ സൗഖ്യദായകന്റെ കാര്യം ഇറങ്ങി വരുന്നത് വിശ്വസിക്കുന്നവരാണ്. അടയാളങ്ങൾ നടക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദാഹം തോന്നട്ടെ.